പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ആദ്യത്തെ മെത്തേഡായ പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതിയായിരുന്നു പഠിച്ചത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് ആയ ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈസ് ദ മെത്തേഡ് which measures final expenditure on domestic products at market prices during an accounting year. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ മേലുള്ള അന്തിമ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഫേം ഐ 250 രൂപ വിലയുള്ള ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചു എന്ന് കരുതുക. ഫേം ഐ പ്രൊഡ്യൂസസ് എ കമ്മോഡിറ്റി വർത്ത് ഓഫ് റുപ്പീസ് 250. Okay. Now the firm I sells this product to firm A. ഫേം എക്ക് ഈ ഉൽപ്പന്നം ഫേം ഐ വിൽക്കുകയാണ്. A purchases the products produced by firm I at rupees 250. 250 രൂപയ്ക്ക് എ എന്ന് പറയുന്ന ഫേം ഐ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം വാങ്ങിച്ചു എങ്കിൽ ഫേം ഐയുടെ വരവ് റവന്യൂ ഇവിടെ എത്രയാണ്? 250 രൂപയാണ്. ഫേം എയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെലവ് എത്ര തന്നെയാണ്? 250 രൂപയാണ്. ഇത് പറയാനുള്ള കാരണം, ഒരു ഫേമിൻ്റെ വരവ് റവന്യൂ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫേമിൻ്റെ ചെലവിന് തുല്യമായിരിക്കും, എക്സ്പെൻഡിച്ചറിന് തുല്യമായിരിക്കും. ഇനി നോക്കുക, ഫേം ഐ പ്രൊഡ്യൂസസ് ബോത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. ഫേം ഐ ഉപഭോഗ വസ്തുക്കളും അതേപോലെ തന്നെ മൂലധന വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫേം ഐ പ്രൊഡ്യൂസസ് ബോത്ത് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ദീസ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ്, ഫേംസ്, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. നമ്മുടെ ഇക്കോണമിയിലെ ഐ എന്ന് പറയുന്ന ഫേം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ആരൊക്കെയാണ് വാങ്ങിക്കുന്നത്? ഗാർഹിക യൂണിറ്റുകളാണ്, ഹൗസ് ഹോൾഡ് സെക്ടേഴ്സാണ്. അതേപോലെ തന്നെ മറ്റ് ഇക്കോണമിയിലെ ബാക്കിയുള്ള ഫേമുകൾ ഐയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ ആരാ വാങ്ങിക്കുക? മറ്റ് ഫേമുകളാണ് അല്ലേ? കൂടാതെ ഗവൺമെൻറ് വാങ്ങിക്കുന്നുണ്ട് ഫേം ഐയിൽ നിന്നും വസ്തുക്കൾ. ഗവൺമെൻറ് കൺസ്യൂമർ ഗുഡ്സും വാങ്ങിക്കുന്നുണ്ട്, അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സും വാങ്ങിക്കുന്നുണ്ട്. ഇനി ഫേം ഐ അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്കും വിൽക്കുന്നുണ്ട്. വിദേശികൾ ഫേം ഐയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫേം ഐക്ക് ഏതെല്ലാം വിധത്തിലുള്ള വരുമാനമാണ് ലഭിക്കുന്നത്? നമുക്കറിയാം, ഫേം ഐ പ്രൊഡ്യൂസസ് ബോത്ത് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഫേം ഐ ഉപഭോഗ വസ്തുക്കളും അതേപോലെ തന്നെ മൂലധന വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഇവയുടെ വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് ഫേം ഐയുടെ റവന്യൂ അല്ലേ? സാധാരണഗതിയിൽ ഉപഭോഗ വസ്തുക്കൾ ആരാ വാങ്ങിക്കാറുള്ളത്? യെസ്, ഹൗസ് ഹോൾഡ്സ് ആണ്. അപ്പം ദ ടോട്ടൽ ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ CI incurred by households on goods, on consumer goods produced by firm I. അല്ലേ? ഫേം ഐ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത് ഗാർഹിക യൂണിറ്റുകളാണ് എങ്കിൽ ഫേം ഐയെ സംബന്ധിച്ചിടത്തോളം ഉപഭോഗ വസ്തുക്കളിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള വരുമാനം എന്തിനു തുല്യമായിരിക്കും? CIക്ക് തുല്യമായിരിക്കും. ലൈക്ക്വൈസ് ഫേം ഐ ആൾസോ പ്രൊഡ്യൂസസ് ക്യാപിറ്റൽ ഗുഡ്സ്. നമുക്കറിയാം, ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുന്നത് ഫേമുകളാണ്, ഉൽപ്പാദക യൂണിറ്റുകളാണ് അല്ലേ? സോ ദ ടോട്ടൽ ക്യാപിറ്റൽ expenditure is equal to II. The total
investment expenditure or capital expenditure is equal to II incurred by the firms on capital goods produced by firm I. മറ്റു ഫേമുകൾ ഫേം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഫേം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ ഫേമിന് ലഭിക്കുന്ന മൂലധന വസ്തുക്കളുടെ വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കൂടാതെ നമുക്കറിയാം ഗവൺമെൻറ് സെക്ടർ ഫേം ഐയിൽ നിന്നും സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നുണ്ട്. ഗവൺമെൻറ് ആൾസോ പർച്ചേസസ് ഫ്രം ഫേം ഐ ബോത്ത് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ആൾസോ ദ ഗവൺമെൻറ് ബൈസ് സം സർവീസസ്. ഗവൺമെൻറ് ഫേം ഐയിൽ നിന്നും ഉപഭോഗ വസ്തുക്കളും അതേപോലെ തന്നെ മൂലധന വസ്തുക്കളും സേവനങ്ങളും എല്ലാം വാങ്ങിക്കുന്നുണ്ട്. എങ്കിൽ the final expenditure, the final government expenditure is equal to GI, incurred by the government on consumer goods and capital goods and services. So this is the income earned by ith firm on account of government expenditure. അല്ലേ? ഇനി ഫേം ഐയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഫേം ഐ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉപഭോഗ വസ്തുക്കൾ ഹൗസ് ഹോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞു. അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് മറ്റ് ഫേമുകൾ വാങ്ങിച്ചു കഴിഞ്ഞു. അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും ഗവൺമെൻറ് വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയും ഫേം ഐ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ട് എങ്കിൽ അവർ വിദേശത്തേക്ക് വിൽക്കും. അല്ലേ? വിദേശികൾ പണം ചെലവഴിച്ചുകൊണ്ട് ഫേം ഐയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കും. ഇതിനെയാണ് നാം എക്സ്പോർട്ട് റവന്യൂ എന്ന് വിളിക്കുന്നത്. ഇത് ആർക്ക് ലഭിക്കുന്ന വരുമാനം തന്നെയാണ്, ഫേം ഐക്ക് ലഭിക്കുന്ന വരുമാനം തന്നെയാണ്. സോ XI റെപ്രസെൻറ്റ് ദ റവന്യൂ ഏൺഡ് ബൈ ith ഫേം. ith ഫേമിന് ലഭിച്ചിട്ടുള്ള വരുമാനമാണ്. അല്ലേ? ബൈ സെല്ലിംഗ് ദ പ്രൊഡക്ട്സ്, കൺസ്യൂമർ ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ടു എബ്രോഡ്. വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിട്ടുള്ള ഉപഭോഗ വസ്തുക്കളിൽ നിന്നും മൂലധന വസ്തുക്കളിൽ നിന്നും ഫേം ഐക്ക് ലഭിച്ചിട്ടുള്ള വരുമാനമാണ് ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So these are the revenues earned by ith firm by producing goods, capital goods and consumer goods. Thus the total revenue earned by the ith firm can be written as RVI, revenue earned by the ith firm, identically is equal to CI plus II plus GI plus XI. ഇതിന് തുല്യമായിരിക്കും. ith ഫേമിന് ആകെ ലഭിച്ചിട്ടുള്ള വരുമാനം എന്നത് അവർ കൺസ്യൂമർ ഗുഡ്സ് വിറ്റപ്പോൾ ലഭിച്ചിട്ടുള്ള വരുമാനം CI, ക്യാപിറ്റൽ ഗുഡ്സിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള വരുമാനം II, ഗവൺമെൻറ് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള വരുമാനം GI, വിദേശത്തേക്ക് കയറ്റുമതിയിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള വരുമാനം XI. ഇതിന് തുല്യമായിരിക്കും. അല്ലേ? സോ RVI, റവന്യൂ ഏൺഡ് ബൈ ith ഫേം, ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു CI പ്ലസ് II പ്ലസ് GI പ്ലസ് XI. ഇതിന് തുല്യമായിരിക്കും. ഇഫ് ദർ ആർ n ഫേംസ് ഇൻ എൻ ഇക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയിൽ n നമ്പർ ഓഫ് ഫേംസ് ഉണ്ട് എങ്കിൽ ഈ എല്ലാ ഫേമുകൾക്കും കൂടി ലഭിക്കുന്ന വരുമാനം എത്രയായിരിക്കും? സിഗ്മ from I is equal to 1 to n RVI. ഇതാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഫേമുകൾക്കും 1 മുതൽ n വരെയുള്ള ഫേമുകൾക്ക് ലഭിക്കുന്ന ആകെ വരുമാനമാണ് സിഗ്മ ഫ്രം I is equal to 1 to n RVI. ഇതെന്തിന് തുല്യമായിരിക്കും? ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു സിഗ്മ ഫ്രം I is equal to 1 to n CI പ്ലസ് sigma I is equal to 1 to n II plus sigma I is equal to 1 to n GI plus sigma
ഐ ഈസ് ഈക്വൽ ടു 1 to n xi ഇതിന് തുല്യമായിരിക്കും അല്ലേ? സിഗ്മ ഫ്രം ഐ ഈസ് ഈക്വൽ ടു 1 to n ci എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഭോഗ വസ്തുക്കളുടെ ഇനത്തിൽ ഈ ഇക്കോണമിയിൽ എല്ലാ ഉൽപാദകർക്കും ലഭിച്ചിട്ടുള്ള വരുമാനമാണ്. അതുപോലെ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ii ക്യാപിറ്റൽ ഗുഡ്സിൽ നിന്നും എല്ലാ ഉൽപാദക യൂണിറ്റുകൾക്കും ലഭിച്ചിട്ടുള്ള വരുമാനമാണ്. എങ്കിൽ ഒരു ഇക്കോണമിയിലുള്ള ആകെ വരുമാനം ഈസ് ഈക്വൽ ടു സിഗ്മ ഫ്രം ഐ ഈസ് ഈക്വൽ ടു 1 to n rvi ഐഡന്റിക്കലി ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ci പ്ലസ് സിഗ്മ ഫ്രം ഐ ഈസ് ഈക്വൽ ടു 1 to n ii പ്ലസ് സിഗ്മ ഫ്രം ഐ ഈസ് ഈക്വൽ ടു 1 to n gi പ്ലസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n xi തുല്യമായിരിക്കും ഇല്ലേ? ഇനി ഒരു രാജ്യത്തുള്ള ആകെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? ദി അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദി എൻറ്റയർ ഇക്കോണമി സി ഇൻക്ലൂഡ്സ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഒരു രാജ്യത്തുള്ള മൊത്തം കൺസംഷൻ എക്സ്പെൻഡിച്ചർ സി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ the entire consumption expenditure of the economy C is equal to sigma from I is equal to 1 to n CI. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മൊത്തം ഉപഭോഗ വസ്തുക്കൾക്ക് വേണ്ടി വന്നിട്ടുള്ള ചെലവാണ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n CI എന്നത്. കൂടാതെ പ്ലസ് വിദേശത്ത് നിർമ്മിച്ചിട്ടുള്ള ഉപഭോഗ വസ്തുക്കൾ വാങ്ങിക്കുന്നതിനും നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. അതിനെയാണ് നാം എന്ത് വിളിക്കുന്നത്? CM. CM stands for Consumption Expenditure on Imported Goods. So, the consumption expenditure of the entire economy C is equal to sigma from I is equal to 1 to n CI plus CM. ഇതിന് തുല്യമായിരിക്കും അല്ലേ? ഇനി ഒരു ഇക്കോണമിയിലെ അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇതുപോലെ നമുക്ക് കാണാം. സോ ദ അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി എൻറ്റയർ ഇക്കോണമി ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ii. ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്കോണമിക്ക് വന്നിട്ടുള്ള ചെലവാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്ലസ് വിദേശത്ത് നിർമ്മിച്ചിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കാനും നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. അതിനെയാണ് എന്ത് കാണിക്കുന്നത്? IM എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദ അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇക്കോണമി ഈസ് ഈക്വൽ ടു സിഗ്മ ഫ്രം ഐ ഈസ് ഈക്വൽ ടു 1 to n ii പ്ലസ് IM. അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി റിട്ടൺ ആസ് G ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n GI പ്ലസ് GM. GM എന്തിനെയാണ് കാണിക്കുന്നത്? ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളെയാണ് കാണിക്കുന്നത്. ഓക്കെ. കൂടാതെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം പല ഉൽപ്പാദക യൂണിറ്റുകളും. ഇതും നമ്മളുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ GDPയുടെ ഭാഗമാണ് അല്ലേ? എങ്കിൽ ഒരു ഇക്കോണമിയിൽ എക്സ്പോർട്ട് ഇനത്തിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള ആകെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the export revenue earned by the entire economy is equal to sigma from I is equal to 1 to n xi ക്ക് തുല്യമായിരിക്കും അല്ലേ? ഇത് കാണിക്കുന്നത് ഒരു രാജ്യത്ത് എക്സ്പോർട്ട് ഇനത്തിൽ നിന്നും എല്ലാ ഫേമുകൾക്കും ലഭിച്ചിട്ടുള്ള വരുമാനത്തെയാണ്. എക്സ്പോർട്ട് റവന്യൂ ഈസ് ഇക്വൽ ടു സിഗ്മ ഐ ഈസ് ഇക്വൽ ടു 1 to n xi ആയിരിക്കും. ഇനി നമുക്ക് ഒരു ഇക്കോണമിയിലെ എല്ലാ ഉൽപ്പാദകർക്കും കൂടി ആകെ ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് നോക്കാം. അത് നമുക്ക് സിഗ്മ
ഫ്രം ഐ ഈസ് ഈക്വൽ ടു 1 to n RVI എന്ന് എഴുതാം. 1 മുതൽ n വരെയുള്ള, അതായത് നമ്മുടെ ഇക്കോണമിയിലെ എല്ലാ ഉൽപ്പാദകർക്കും കൂടി ലഭിക്കുന്ന റവന്യൂ അല്ലേ, ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു C മൈനസ് CM. ഇവിടെ ഉപഭോഗ വസ്തുക്കളുടെ ഇറക്കുമതി ഇനം നാം കുറച്ചു കഴിഞ്ഞു എങ്കിൽ C മൈനസ് CM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഉൽപാദക യൂണിറ്റുകൾക്ക് കൺസ്യൂമർ ഗുഡ്സ് വിൽപ്പനയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വരുമാനമാണ് അല്ലേ. പ്ലസ് I മൈനസ് IM, അത് ക്യാപിറ്റൽ ഗുഡ്സിന് നമ്മുടെ ഉൽപാദകർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള വരുമാനമാണ്. പ്ലസ് G മൈനസ് GM, ഗവൺമെൻറ് ചെലവിനത്തിൽ നമ്മളുടെ ഫേമുകൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള വരുമാനമാണ്. പ്ലസ് ഒരു ഇക്കോണമിയിലുള്ള എല്ലാ ഫേമുകളും അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നും അവർക്ക് വരുമാനം ലഭിക്കും. അത് നമുക്കെങ്ങനെ എഴുതാം? സിഗ്മ ഫ്രം I ഈസ് ഈക്വൽ ടു 1 to n XI. ഇത് കാണിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ഫേമുകൾക്കും എക്സ്പോർട്ട് ഇനത്തിൽ ലഭിച്ചിട്ടുള്ള വരുമാനമാണ് ഇല്ലേ. അപ്പോൾ ഒരു ഇക്കോണമിയിലുള്ള മൊത്തം വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് തുല്യമായിരിക്കും. ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു, ഇവിടെ ഇമ്പോർട്ട് ഇനങ്ങളൊക്കെ നാം ഒരു സൈഡിലേക്ക് മാറ്റുകയാണ്. ശ്രദ്ധിച്ചോളൂ. C പ്ലസ് I പ്ലസ് G പ്ലസ് സിഗ്മ ഫ്രം I ഈസ് ഈക്വൽ ടു 1 to n XI നമ്മൾ X എന്നാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? X എന്ന് എഴുതാം. ഓക്കെ. മൈനസ്, ഇനി ഇവിടെയുള്ള എല്ലാ ഇമ്പോർട്ട് ഇനങ്ങളെയും നമ്മൾ അവിടേക്ക് മാറ്റി എഴുതുന്നു. CM പ്ലസ് IM പ്ലസ് GM. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെയുള്ള മൊത്തം വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് X എക്സ്പോർട്ട് റവന്യൂ മൈനസ് CM പ്ലസ് IM പ്ലസ് GM. എല്ലാ ഇമ്പോർട്ടുകളും നാം അവിടെ കുറയ്ക്കുകയാണ്. ഇവിടെ CM പ്ലസ് IM പ്ലസ് GMനെ നമ്മൾ ഇനി M എന്ന് പറയുന്ന ലെറ്ററിനെ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ. എങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഐഡൻറ്റിക്കലി ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് X എന്തിനെ കാണിക്കുന്നത്? എക്സ്പോർട്ട് മൈനസ് ഇതിനെല്ലാറ്റിനെയും നാം ഒരു പേരിട്ട് വിളിക്കുകയാണ് M. എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? M. ഓക്കെ, റൈറ്റ്. ഒരു രാജ്യത്തെ GDP എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഉൽപാദക യൂണിറ്റുകൾക്കും ലഭിച്ച ആകെ അന്തിമ ചെലവിന് തുല്യമായിരിക്കും. We know the GDP identically is equal to sum total of final expenditure received by the entire firms in an economy. അല്ലേ? ഇതോട് കൂടിയിട്ട് നമ്മളുടെ രണ്ടാമത്തെ മെത്തേഡായ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് കഴിയുകയാണ്. ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഈ ക്ലാസ്സിന് ഒരു ഊർജം പകരണം. ഇതാണ് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന. Expenditure method of national income accounting. Expenditure method, yet another method to calculate national income. Expenditure method is the method which measures final expenditure on gross domestic product at market price during an accounting year. ചെലവ് രീതി ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ മേലുള്ള അന്തിമ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ
ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെ ചെലവ് രീതി എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, ഫേം ഐ പ്രൊഡ്യൂസസ് ഗുഡ്സ് വർത്ത് ഓഫ് ₹250. 250 രൂപ മൂല്യമുള്ള ഉൽപ്പന്നം ഫേം ഐ ഉൽപ്പാദിപ്പിച്ചുവെന്ന് കരുതുക. ഫേം എ ബൈസ് ദീസ് ഗുഡ്സ് ബൈ സ്പെൻഡിങ് ₹250 ഫ്രം ഫേം ഐ. 250 രൂപ ചെലവഴിച്ച് ഫേം എ ഈ ഉൽപ്പന്നങ്ങൾ ഫേം ഐയിൽ നിന്നും വാങ്ങുന്നുവെന്ന് കരുതുക. എങ്കിൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഫേം എ ഈസ് ഈക്വൽ ടു ₹250. റവന്യൂ ഏൺഡ് ബൈ ഫേം ഐ ഈസ് ഈക്വൽ ടു ₹250. ഫേം എയുടെ ചെലവും ഫേം ഐയുടെ വരുമാനവും ഇവിടെ 250 രൂപയ്ക്ക് തുല്യമാണ്. Firm I produces both consumer goods and capital goods. These are purchased by households, firms, government and external sector. ഉപഭോഗ വസ്തുക്കളും മൂലധന വസ്തുക്കളും ഫേം ഐ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗാർഹിക യൂണിറ്റുകളും ഉൽപ്പാദക യൂണിറ്റുകളും ഗവൺമെൻറ്റും ബാഹ്യമേഖലയുമാണ് ഇവ വാങ്ങുന്നത്. The final consumption expenditure CI incurred by households on consumer goods produced by firm I. അന്തിമ ഉപഭോഗ ചെലവായ CI ഗാർഹിക മേഖലയ്ക്ക് ഫേം ഐ ഉൽപ്പാദിപ്പിച്ച ഉപഭോഗ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി വന്ന ചെലവാണ്. The final investment expenditure II incurred by the firms on capital goods produced by firm I. അന്തിമ നിക്ഷേപ ചെലവായ II ഉൽപ്പാദന മേഖലയ്ക്ക് ഫേം ഐ ഉൽപ്പാദിപ്പിച്ച മൂലധന വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി വന്ന ചെലവാണ്. ദി ഫൈനൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ GI incurred by the government on goods and services produced by firm I. ഗവൺമെൻറ് അന്തിമ ചെലവായ GI ഒരു ഗവൺമെൻറ്റിന് ഫേം ഐ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ വേണ്ടി വന്ന ചെലവാണ്. എക്സ്പോർട്ട് റവന്യൂ XI that firm I earns by selling its goods and services abroad. It is the expenditure of foreigners on goods and services produced by firm I. കയറ്റുമതി വരുമാനമായ XI ഫേം ഐക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വിറ്റപ്പോൾ ലഭിച്ച വരുമാനമാണ്. Thus, the sum total of revenue earned by firm I can be written as RVI identically is equal to CI plus II plus GI plus XI. ഇതാണ് ഫേം ഐക്ക് അവരുടെ ഉൽപ്പാദനത്തിൽ നിന്നും മൊത്തത്തിൽ ലഭിച്ചിട്ടുള്ള വരുമാനം. If there are n firms in an economy, ഒരു സമ്പദ് വ്യവസ്ഥയിൽ n ഫേമുകൾ ഉണ്ട് എന്ന് കരുതുക. Sigma from I is equal to 1 to n RVI identically is equal to sum total of final consumption, investment, government and export expenditure received by all firms in the economy. ഇത് identically is equal to sigma from I is equal to 1 to n CI plus sigma from I is equal to 1 to n II plus sigma from I is equal to 1 to n GI plus sigma from I is equal to 1 to n XI ആയിരിക്കും. The aggregate final consumption expenditure of the entire economy C includes consumption expenditure on domestically produced goods as well as imported goods. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആകെ ഉപഭോഗ ചെലവ് എന്നത് ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഉപഭോഗ വസ്തുക്കൾ വാങ്ങുന്നതിനും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഉപഭോഗ വസ്തുക്കൾ വാങ്ങുന്നതിനും വേണ്ടി ചെലവഴിച്ച തുകയാണ്. Therefore, C is equal to
sigma from I is equal to 1 to n Ci plus Cm. Where Cm implies expenditure on imports of consumption goods. ഇവിടെ Cm എന്നത് ഇറക്കുമതി ചെയ്ത ഉപഭോഗ വസ്തുക്കൾക്ക് വന്ന ചെലവാണ്. Therefore, C minus Cm implies total consumption expenditure on domestic firms only. ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച ഉപഭോഗ വസ്തുക്കൾക്ക് വന്ന ചെലവ് C minus Cmന് തുല്യമായിരിക്കും. Likewise, I minus Im, G minus Gm stands for investment expenditure and government expenditure respectively on domestic firms. അതുപോലെ ആഭ്യന്തര നിക്ഷേപ ഗവൺമെൻറ് ചെലവുകളെ നമുക്ക് I minus Im എന്നും G minus Gm എന്നും എഴുതാം. The total export revenue earned by all firms in the economy is sigma from I is equal to 1 to n xi. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആകെയുള്ള കയറ്റുമതി വരുമാനം സിഗ്മ I is equal to 1 to n xi തുല്യമാണ്. Where xi implies export revenue earned by ith firm. ഒരു ഇക്കോണമിയിലെ എല്ലാ ഉൽപ്പാദകർക്കും ലഭിച്ച വരുമാനം. Therefore, sigma I is equal to 1 to n RVI identically is equal to C minus Cm plus I minus Im plus G minus Gm plus sigma from I is equal to 1 to n xi ആയിരിക്കും. By rearranging, identically is equal to C plus I plus G plus sigma I is equal to 1 to n xi minus Cm plus Im plus Gm എല്ലാ ഇറക്കുമതി ഇനങ്ങളെയും ഒരു ഭാഗത്തേക്ക് മാറ്റുന്നു. Here x implies sigma I is equal to 1 to n xi. M implies Cm plus Im plus Gm. അപ്പോൾ identically is equal to C plus I plus G plus x minus m. We know GDP identically is equal to sum total of all the final expenditure received by the firms in the economy. ഒരു രാജ്യത്തെ GDP എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ എല്ലാ ഉൽപ്പാദക യൂണിറ്റുകൾക്കും ലഭിച്ച അന്തിമ ചെലവുകൾക്ക് തുല്യമായിരിക്കും. So, GDP identically is equal to sigma from I is equal to 1 to n RVI. Identically is equal to C plus I plus G plus x minus m. Thank you. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.